العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وزدت وباركت على سيدنا إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله العظيم. لا يعتكف في دروب الله ووجوده الكلام. അവസാനത്തെ രണ്ട് സൂറത്തുകളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് നമ്മുടെ ഇന്നത്തെ സമാപന ക്ലാസ്സായിരിക്കും. അള്ളാഹു നമ്മുടെ റഹ്മാനിന്റെ പ്രാരംഭങ്ങൾ ഇവരെ പറയാൻ പോകുന്ന വിഷയങ്ങളൊക്കെ ജീവിതത്തെ അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ രണ്ട് സൂറത്തുകൾ സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. ഫലഖ് എന്ന് പറഞ്ഞാൽ പ്രഭാതം പൊട്ടിവിടരുക. അവസാനത്തെ സൂറത്തുൽ നാസ്, ജനങ്ങൾ എന്നാണ് അതിനർത്ഥം. വിശുദ്ധ ഖുർആൻ പ്രാരംഭം കുറിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറ. ബഖറ എന്ന് പറഞ്ഞാൽ പശു. ഖുർആന്റെ പര്യാവസാനം സൂറത്തുൽ നാസ്, ജനങ്ങൾ എന്നാണ്. ഒരു മൃഗീയമായ ജീവിതത്തിൽ നിന്നും യഥാർത്ഥ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്കുള്ള പരിണാമമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ഈ ഒരു അവതീർണം. വിശുദ്ധമായ ഖുർആൻ ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാകുന്നത് എങ്ങനെയാണ് എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവന്റെ സ്വഭാവം, അവന്റെ പ്രവർത്തനങ്ങൾ, ജീവിതം, ഇഹലോക ജീവിതം, പരലോക ജീവിതം എല്ലാം അടങ്ങുന്ന വലിയൊരു എൻസൈക്ലോപീഡിയ, സർവവിജ്ഞാന കോശം. അതാണ് വിശുദ്ധ ഖുർആൻ. ഈ രണ്ട് സൂറത്തുകളെ നമ്മൾ അറിയുന്നത് മുഅവ്വിദത്തൈൻ എന്ന പേരിലാണ്. മുഅവ്വിദത്ത് എന്ന് പറഞ്ഞാൽ കാവൽ ചോദിക്കുന്ന, അതിനെ പറ്റിയ സൂറത്ത് എന്നാണ് അതിനർത്ഥം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതഅവ്വദു മിനൽ ജാന്നി വഅയ്നിൽ ഇൻസാൻ, നബി തങ്ങൾ ജിന്നുകളിൽ നിന്നും മനുഷ്യന്റെ കണ്ണിൽ നിന്നും, കണ്ണേറിൽ നിന്ന് നമ്മൾ പറയുന്ന കണ്ണേറിൽ നിന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു. ജിന്നുകളുടെ ശല്യം, അതുപോലെ കണ്ണേർ എന്ന് പറഞ്ഞാൽ അത് കണ്ണേർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതൊരു കണ്ണിന്റെ പ്രത്യേകതരം രശ്മിയാണ്, ഒരു റേയാണ്. അതിലെ വല്ലാത്ത ഫലമാണ്. അത് വിപരീത ഫലത്തിൽ അത് ചെന്ന് പോയിരുന്നു. അതിനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ദിക്ർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. രണ്ടേറെ ദിക്റാണ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. ശൈത്താന്റെയും ഐനിന്റെയും ഉപദ്രവത്തിൽ നിന്നും അല്ലാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നിന്റെ ശല്യത്തിൽ നിന്നും അതുപോലെ കണ്ണേറിന്റെ ശല്യത്തിൽ നിന്നും കാവൽ ചോദിക്കൽ പതിവായിരുന്നു. അങ്ങനെയാണ് ഈ രണ്ട് സൂറത്തുകൾ ഇറങ്ങുന്നത്. ഇതിന്റെ പശ്ചാത്തലം വേറെ ഞാൻ പറയാം. ഈ രണ്ട് സൂറത്ത് ഇറങ്ങിയതിനു ശേഷം അപ്പൊ ഈ മുഅവ്വിദത്തൈൻ സൂറത്തുൽ ഫലഖ് നാസ് ഇറങ്ങിയതിനു ശേഷം നബിതങ്ങൾ അതിനു മുമ്പ് അല്ലാത്ത ചില ദിക്റുകളും ദുആകളും ഒക്കെയായിരുന്നു നബിതങ്ങൾ കണ്ണീറിൽ നിന്നും അതുപോലെ ജിന്നിന്റെ ശരീരത്തിൽ നിന്നൊക്കെ കാവൽ ചോദിക്കാറുണ്ടായിരുന്നത്. ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം ബാക്കിയുള്ളതെല്ലാം മാറ്റിവെച്ച് പിന്നെ ഈ രണ്ട് സൂറത്തുകളായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ ഉപദ്രവങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നേടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്ന ഹദീസിൽ കാണാൻ കഴിയും. ഈ സൂറത്ത് ഇറങ്ങാൻ കാരണം തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചപ്പോഴാണ്. നബിതങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്. അത് കൊടിയ സിഹറായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രോഗം വന്ന് നബിതങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ട് നബിതങ്ങൾ ഉപയോഗിച്ചിരുന്ന ചെറുപ്പിന്റെ പല്ലുകൾ കൊണ്ടുപോയിട്ട് സിഹർ ചെയ്ത ചരിത്രമുണ്ട്. ബിഗ്ർ ദർവാൻ എന്ന് പറയുന്ന ഒരു കിണറുണ്ട്. ആ ബിഗ്ർ ദർവാൻ എന്ന കിണറ്റിൽ ലബീദ് ബിൻ അഅസം എന്ന് പറയുന്ന ഒരു മുശ്രിക്ക് അത് കൊണ്ടുപോയിട്ട് നബിതങ്ങൾക്ക് സിഹർ ചെയ്യുന്നുണ്ട്. സാധാരണ പറയാറുണ്ട് നമ്മുടെ മുടി അതുപോലെ നഖങ്ങൾ ഇതൊന്നും രഹസ്യമായിട്ടിടാൻ പാടില്ല. കാരണം അതൊക്കെ സിഹർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വിഷയങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കുഴിച്ചിടണം. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിക്കാൻ വേണ്ടിയിട്ട് അന്നും ഈ മാരണപ്പണി ചെയ്യുന്നവർ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ പെണ്ണുങ്ങളായിരുന്നു പണി ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് സൂറത്തിൽ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളിൽ നിന്നും അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് ആയത്ത് വരുന്ന. അപ്പൊ ഈ ലബീദ് ബിൻ അഅസം എന്ന യഹൂദിയായ മനുഷ്യൻ ജൂതമതക്കാരനായി. ഈ ജൂതനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്യുന്നത്. അത് നബിതങ്ങൾക്ക് ഏറ്റു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, നബിതങ്ങൾക്ക് അത്രയും അല്ലാഹു സംരക്ഷണം കൊടുക്കുന്ന നബിതങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ സംരക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല. ആ സിഹർ അല്ലാഹു യഥാർത്ഥത്തിൽ അത് വലിയ വിഷയമാണെന്ന് നമുക്ക് തെളിയിച്ചു തരികയാണ്. വിശുദ്ധമായ സൂറത്തുൽ ബഖറയിൽ واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت. സിഹർ പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. രണ്ട് മലക്കുകൾ ഇറങ്ങിയിട്ട് ബാബിലോണിയയിൽ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന രണ്ട് ആരാധമാരിറങ്ങിയിട്ട് അവർ പറയുന്നുണ്ട്, സിഹർ നിങ്ങൾ ചെയ്യരുത്, അത് ഫിത്നയാണ്, ഞങ്ങൾ ഫിത്നയാണ്, ഫലാ തക്ഫുർ എന്ന് പറഞ്ഞിട്ട് സിഹറിന്റെ ദൂഷ്യവശങ്ങൾ പറയുന്നുണ്ട്. ഖുർആനിൽ തന്നെ കാണാം സിഹറിന്റെ ഒരു ഏറ്റവും വലിയ ദൂഷ്യഫലമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധം ശിഥിലമാക്കൽ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു ആദ്യപടിയാണ്. അത്രയും എഫക്റ്റീവായ ഒരുപാട് അഡ്വേഴ്സ് എഫക്റ്റുള്ള മോശമായ എഫക്റ്റുള്ള ഒരു വിഷയമാണ് സിഹർ എന്നത്. അല്ലാഹു നമ്മക്കാകട്ടെ.
ഏതായാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ സിഹർ ബാധിച്ചു. ശക്തമായ പനിയും ആ സിഹറിന്റെ ആ എഫക്റ്റ് നബിതങ്ങളുടെ ശരീരത്തിൽ സംഭവിച്ചു എന്ന ഹദീസിൽ കാണാം. അങ്ങനെ ഇരിക്കെയാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതുപോലെ മീകാഈൽ അലൈഹിസ്സലാം രണ്ട് മലായികത്തുകൾ അവർ വന്ന് മന്ത്രിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ സിഹർ ബാധിച്ച് ശക്തമായ പനി ബാധിച്ച് നബിതങ്ങൾ കിടപ്പിലാകുന്ന സമയത്താണ് ഈ രണ്ട് സൂറത്തുകൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കൊടുക്കുന്നത്. ഈ സൂറത്തിന്റെ എണ്ണം, ഈ സൂറത്തിന്റെ ആയത്തുകളുടെ എണ്ണം സൂറത്തുൽ ഫലഖ് 5 ആയത്താണ്, സൂറത്തുൽ നാസ് 6 ആയത്താണ്. 6 5 11 കെട്ടുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഈ കെട്ടുകളിൽ ഊതി സിഹർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. മുടിക്കെട്ടുകളിലൊക്കെ ആയിരുന്നു ഓതി സിഹർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. മുടിക്കെട്ട്, ചീർപ്പിന്റെ പല്ലൊക്കെയായിരുന്നു. അപ്പൊ ഈ 11 കെട്ട് നബിതങ്ങൾ ഉണ്ടായിരുന്നു. 11 ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഇറക്കി കൊടുക്കുന്നത്. ഈ 11 ആയത്ത് ഓരോ ആയത്തോടുമ്പോൾ ഓരോ കെട്ടടിഞ്ഞു പോകുമ്പോൾ എന്നാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത്. ഓരോ ആയത്തോടുമ്പോൾ ഓരോ കെട്ട്, അങ്ങനെ 11 ആയത്ത് പൂർത്തിയായപ്പോൾ 11 കെട്ടും കഴിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സിഹർ അല്ലാഹു മാറ്റി കൊടുത്തു എന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ നബിയേ അങ്ങ് പറയണം, അഊദു ബിറബ്ബിൽ ഫലഖ്. പ്രഭാതം പൊട്ടിവിടരുന്ന, അതിനെ പ്രഭാതം പൊട്ടിവിടുന്നുകൊണ്ട് പ്രഭാതത്തിനെ മറനീക്കി പുറത്തു കൊണ്ടുവരുന്ന റബ്ബ് അല്ലാഹുവിനെ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഫലഖ് എന്ന് പറഞ്ഞാൽ ഇരുളിൽ നിന്നും പ്രഭാതം ഇങ്ങനെ പൊട്ടിവിടരുന്നൊരു സമയമുണ്ട്. ഈ സുബഹിയോടടുത്ത സമയത്ത് ഇങ്ങനെ പ്രഭാതം പൊട്ടിവിടർന്ന് അല്ലേ, പിന്നെ സുബഹിയുടെ സമയം പറയുന്നതൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ പ്രഭാതം പൊട്ടിവിടരുക എന്നുള്ള ആ ഒരു പ്രോസസ്, അതിൻ്റെ റബ്ബായ അല്ലാഹുവിനെ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇതിൽ നിന്നാണ് കാവൽ ചോദിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മിൻ ശർരി മാ ഖലഖ്. അല്ലാഹു സൃഷ്ടിച്ച സർവ്വതിന്റെയും ശർറിൽ, അല്ലാഹു സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളുടെയും ശർറിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് നബിയെ എന്ന് പറയണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഒന്നാമത് അല്ലാഹുവിന്റെ ഹബീബിനോട് കാവൽ ചോദിക്കാൻ പറഞ്ഞത് മിൻ ശർരി മാ ഖലഖ്, അല്ലാഹുവിന്റെ സർവ്വ സൃഷ്ടികളുടെയും ശർറിൽ നിന്നാണ്. രണ്ടാമത്തേത് വമിൻ ശർരി ഖാസിഖിൻ ഇദാ വഖബ, രാത്രി ഇരുൾ പറ്റിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയാത്ത അത്ര ഇരുട്ട് മൂടിയിട്ട് രാത്രി അതിൻ്റെ ഇരുട്ട് മാക്സിമം പരന്നു കഴിഞ്ഞാൽ ആ ഇരുട്ടിന്റെ ശർറിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ശർറിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ, അല്ലാഹുവേ അസൂയാലുകളുടെ അസൂയ, ആ അസൂയ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അതാണ് ഈ സൂറത്തിന്റെ ആശയം. അപ്പോൾ ഇത് അല്ലാഹുവിന്റെ ഹബീബിന് മന്ത്രിച്ചു കൊടുക്കുകയാണ്. റുഖിയ, ശർഈയായ റുഖിയ, അത് നമ്മൾ ചെയ്യണം, എപ്പോഴും നമ്മൾ ചെയ്യണം. അത് അനുവദനീയമാണ്. ശർഈയായ രീതിയിൽ ആയതുകളും ഹദീസുകളും ഒക്കെ ഉപയോഗിച്ച്, അദ്കാറുകളൊക്കെ ഉപയോഗിച്ച് മഹാന്മാരുടെ ഇജാസത്തോടു കൂടിയൊക്കെ ചെയ്യുന്നതിന് വല്ലാത്ത ഫലമാണ്. പല രീതിയിലും ഇതിൽ മിസ്യൂസിങ് നടക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ യഥാർത്ഥ വശങ്ങളുമുണ്ട്. അപ്പോൾ റുഖിയ എന്ന് പറയുന്നത്, മന്ത്രിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഹദീസിൽ വന്നിട്ടുള്ള വിഷയമാണ്. അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിൽ കാണാം, കുറച്ചാളുകൾ അവര് യാത്രാസംഘമായിരുന്നു. അങ്ങനെ ആ യാത്രാസംഘത്തിൽ അതിൻ്റെ തലവന് എന്തോ പെട്ടെന്ന് പൈശാചിക ബുദ്ധിമുട്ട് വരികയും അങ്ങനെ അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു
അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അദ്ദേഹം ആളെ പറഞ്ഞേക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കുറേ ആട്ടിൻപറ്റങ്ങളുണ്ടായിരുന്നു ഈ വന്ന യാത്രക്കാരൻ. ഈ ആട്ടിൻപറ്റങ്ങൾ ഈ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു ഈ സംഘത്തെ അദ്ദേഹം പരിചയപ്പെട്ടു. എന്നിട്ട് അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു പോയതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് എന്തോ ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പരാതി പറയുന്നത്. പരാതി പറഞ്ഞപ്പോൾ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു ഫാത്തിഹ ഓതി മന്ത്രിച്ചു എന്നാണ് ഹദീസിൽ കാണുന്നത്. ഫാത്തിഹ ഓതി മന്ത്രിച്ചു. അങ്ങനെ മന്ത്രിച്ചപ്പോഴേക്ക് ആ യാത്രാത്തലവന്റെ ബുദ്ധിമുട്ട് മാറുകയും അതിന് പകരമായി അദ്ദേഹത്തിന്റെ കുറച്ച് ആളുകളെ സമ്മാനിക്കുകയും ചെയ്തു എന്ന് ഹദീസിൽ കാണാം. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നു. ഇങ്ങനെ അബൂ സഈദ് ഖുദരി തങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നബി തങ്ങളുടെ ചോദിക്കുന്നുണ്ട്, വമാ യുദ്രീക അന്നഹാ റുഖിയ. അബൂ സഈദ് ഖുദരി തങ്ങളെ നബി തങ്ങൾ അതിന് മുമ്പ് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല, അത് റുഖിയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വമാ യുദ്രീക അന്നഹാ റുഖിയ, ഇതൊരു മന്ത്രമാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ സാധിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പരസ്യമായി പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോ ഇതെങ്ങനെയാണ് ഇതൊരു റുഖിയ ശർഈയയാണ്, ഇതൊരു മന്ത്രിക്കലാണ് എന്ന് എങ്ങനെയാണ് ഫാത്തിഹ കൊണ്ട് മന്ത്രിക്കാൻ പറ്റുമെന്ന് അബൂ സഈദ് തങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായത്? അതായത് നബിതങ്ങൾക്ക് എന്നിട്ട് പിന്നെ ഹദീസിൽ കാണാം, നബിതങ്ങൾക്ക് ഈ അബൂ സഈദ് തങ്ങൾക്ക് അവർ സമ്മാനമായി കൊടുത്ത ആടിന്റെ ഒരു ഓഹരി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഹദീസിൽ കാണാം. അപ്പോൾ ശർഈയായ റുഖിയ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ച വിഷയമാണ്. അപ്പോൾ ഈ ആയത്ത് ഈ 5 ആയത്തുകൾ ഈ 5 ആയത്ത് ഓതിയപ്പോഴേക്ക് 5 കെട്ടുകൾ അഴിഞ്ഞു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാധിച്ച സിഹറിന്റെ 5 കെട്ടുകൾ അഴിഞ്ഞു പോയി. അടുത്ത 6 കെട്ടുകളാണ് സൂറത്തുൻ നാസിലെ ആയത്തുകളിലൂടെ അഴിഞ്ഞു പോയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ജനങ്ങളുടെ രക്ഷിതാവിനെ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു നബിയെ എന്ന് പറയണം. മലിക്കിൻ നാസ്, ജനങ്ങളുടെ രാജാവാണവൻ. ഇലാഹിൻ നാസ്, ജനങ്ങളുടെ ആരാധ്യനാണവൻ. അപ്പോൾ ഇവിടെ 3 ആയത്തുകളിൽ ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തിന് പ്രാധാന്യം കൊടുത്തു എന്നതാണ്. മനുഷ്യരുടെ അധിപനാണവൻ, മനുഷ്യരുടെ ആരാധ്യനാണവൻ, മനുഷ്യനെ പോറ്റി വളർത്തുന്ന രാജാവാണവൻ എന്ന മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിന്റെ ഒരു അടയാളമാണ് അല്ലാഹു ഈ 3 ആയത്തുകളിലൂടെ പറഞ്ഞത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യരെ അല്ലാഹു ആദരിച്ച വർഗമാണല്ലോ. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്, വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ നാം ബഹുമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു മനുഷ്യർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെ എണ്ണി പറയുന്നുണ്ട്. അവർക്ക് കരയിലും കടലിലും ഒക്കെ യാത്ര ചെയ്യാൻ അല്ലാഹു സൗകര്യം ഒരുക്കി തന്നു. അതുപോലെ ഇഷ്ടമുള്ള വിഭവങ്ങൾ അല്ലാഹു നൽകി. അതുപോലെ മറ്റുള്ള സൃഷ്ടികളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശ്രേഷ്ഠരാക്കി എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചെയ്ത നിഅമത്തുകൾ പറയുന്നുണ്ട്. അങ്ങനെ അല്ലാഹുവിനെ ജനങ്ങളുടെ നാഥനെ കൊണ്ട്, ജനങ്ങളുടെ രാജാവിനെ കൊണ്ട്, ജനങ്ങളുടെ ഇലാഹിനെ കൊണ്ട് ഞാൻ അല്ലാഹുവെ കാവൽ ചോദിക്കുന്നു. എന്തിൽ നിന്നാണ് കാവൽ ചോദിക്കുന്നത്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ജനങ്ങളുടെ മനസ്സിൽ ദുർബോധനമുണ്ടാക്കിയിട്ട് വസ്വാസുണ്ടാക്കിയിട്ട് മറഞ്ഞു കളയുന്ന പിശാചിന്റെ ശർറിൽ നിന്നും, ആ പൈശാചിക ശർറിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. ജനങ്ങളുടെ ഹൃദയത്തിൽ ദുർബോധനമുണ്ടാക്കുകയും പിന്നീട് മറഞ്ഞു പോവുകയും ചെയ്യുന്ന പിശാച്. ശൈത്താൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മനുഷ്യരുടെ ഹൃദയത്തിൽ വന്നിട്ട് ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ദുർബോധനം വസ്വാസം ഉണ്ടാക്കി തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അല്ലാഹുവിനോട് എപ്പോഴും കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം അവന്റെ പണി അതാണ്. അല്ലാഹുവിനോട് അതിനുള്ള സമ്മതവും എഗ്രിമെന്റൊക്കെ വാങ്ങിയിട്ട് പോകാനായിട്ട് അപ്പനോട് പറഞ്ഞായിരുന്നു, എല്ലാ ആളുകളെയും ഞാൻ പഴപ്പിക്കും, എല്ലാവരെയും ഞാൻ പഴപ്പിക്കും. അല്ലാഹു പറഞ്ഞു, ഓക്കെ, നിനക്കതിനുള്ള സമ്മതം തന്നിട്ടുണ്ട്. പക്ഷേ ഇല്ല ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നിന്റെ സജ്ജനങ്ങളായ അടിമകളെ തൊട്ടറിയിക്കാൻ എനിക്ക് കഴിയില്ല. ശൈത്താൻ തന്നെ അംഗീകരിച്ചത്. മുഖ്ലിസീങ്ങളായ
അല്ലാഹുവിന്റെ നിഷ്കളങ്കരായ സാലിഹീങ്ങളായ അടിമകൾ അവരുടെ വിഷയത്തിൽ ഇടപെടാൻ നിനക്ക് കഴിയില്ല. നിനക്ക് അവരുടെ മേൽ ഒരു ആധിപത്യവും ചെലുത്താൻ കഴിയില്ല. അല്ലാഹു ആ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അവരല്ലാത്ത ബാക്കി എല്ലാവരെയും ഞാൻ വഴിവെളിപ്പിച്ചുകൊണ്ടേയിരിക്കും. എത്രത്തോളം ശൈത്താൻ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഹദീസിൽ കാണാം. നമ്മുടെ രക്തത്തിലോടുന്ന ആ ഓട്ടത്തിലൂടെ ശൈത്താൻ ഓടിക്കൊണ്ടേയിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിൽ പറഞ്ഞത് ദുർബോധനം ഉണ്ടാക്കിയിട്ടവൻ മറഞ്ഞു കളയും. അപ്പൊ ഈ ദുർബോധനം ഉണ്ടാക്കുന്ന ശൈത്താൻ എങ്ങനെയാണ് മറഞ്ഞു കളയുന്നത്? ഹദീസിൽ കാണാം, ശൈത്താൻ ഇങ്ങനെ രക്തത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും, ഇങ്ങനെ ദുർബോധനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഒരു അടിമ അല്ലാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ, ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ മറഞ്ഞു പോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈത്താന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിരന്തരമായി ദിക്റ് ചൊല്ലിയാൽ, ആ ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ ശൈത്താന്റെ ശല്യം ഇങ്ങനെ അതെങ്ങനെ മാറിപ്പോകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോ മനുഷ്യന്റെ മനസ്സിൽ പ്രബോധനം ഉണ്ടാക്കിയിട്ട് മറഞ്ഞു കളയുന്ന ആ ശൈത്താന്റെ ശർറിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിനൽ ജിന്നതി വന്നാസ്, ജിന്നുകളിൽ നിന്നും ജിന്നുവർഗ്ഗങ്ങളിൽ നിന്നും മനുഷ്യവർഗ്ഗങ്ങളിൽ നിന്നും അവരുടെ എല്ലാ ശർറിൽ നിന്നും. അവരും മനുഷ്യരും ജിന്നും ദുർബോധനം ഉണ്ടാക്കും. ശൈത്താൻ എന്നുള്ളത് ജിന്നിലെ ഒരു വിഭാഗമാണ്, മോശപ്പെട്ട വിഭാഗമാണ്. എന്നാൽ മനുഷ്യരിലും ജിന്നുകളിലും അവരിലും ദുർബോധനം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. മനുഷ്യരും ദുർബോധനം ഉണ്ടാക്കുന്നില്ലേ? ചില ആളുകൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ചെയ്തു, അതായത് മോശപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും, രക്ഷിക്കട്ടെ. അപ്പോ ശൈത്താന്റെയും ജിന്നിന്റെയും അതുപോലെ മനുഷ്യരുടെയും എല്ലാവരുടെയും നമ്മുടെ ഹൃദയങ്ങളിൽ ദുർബോധനം ഉണ്ടാക്കുന്ന എല്ലാവരുടെയും ശർറിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നബിയെ എന്ന് പറയണമെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. അങ്ങനെ 6 ആയത്ത് ഓതിയപ്പോൾ പിന്നീടുണ്ടായിരുന്ന 6 കെട്ടുകൾ നീങ്ങിപ്പോയി. അങ്ങനെ മുഴുവനും 11 കെട്ടായിരുന്നു. ആ 11 കെട്ടും നീങ്ങി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഴയ പോലെ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഈ 2 സൂറത്തുകൾക്ക് നമ്മൾ മുഅവ്വിദതൈൻ എന്ന് പറയുന്നത്. നമ്മൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കാൻ ഉപയോഗിക്കുന്ന 2 സൂറത്തുകൾ. ഏത് ദുആ ചെയ്താലും നമ്മൾ ഈ 2 സൂറത്തുകൾ ഒരു ദുആ ചെയ്യുന്നതിന്റെ കാര്യം അതാണ്. സൂറത്തുൽ ഇഖ്ലാസ് അതുപോലെ മുഅവ്വിദതൈൻ. ഇഖ്ലാസിന്റെ വിഷയം ഞാൻ പറഞ്ഞു. അത് ഖുർആനിന്റെ 1/3 ഭാഗം ഓതിയ പ്രതിഫലമാണ്. 3 വട്ടം ഓതി കഴിഞ്ഞാൽ ഖുർആൻ ഫുള്ളായി ഓതിയതുപോലെ ഇതിന്റെ പ്രതിഫലം അല്ലാഹു നൽകിയിരിക്കുമാറാകട്ടെ. അപ്പോൾ ഈ 3 സൂറത്തുകൾ ഓതി ദുആ ചെയ്യുന്നതിന്റെ വിഷയം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വിശുദ്ധമായ റമദാനിന്റെ പ്രാരംഭം മുതൽ ഈ അവസാനത്തെ ദിവസം വരെ നമ്മൾ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഖുർആൻ സംബന്ധമായി പറഞ്ഞ ഹദീസുകളും എല്ലാ വിഷയങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വിശുദ്ധമായ റമദാനും ഖുർആനും അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടാലും ഈ വിശുദ്ധ ഖുർആനിന്റെ പ്രകാശം അല്ലാഹു നമ്മുടെ ഖബറുകളിൽ എത്തിച്ചു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു നമ്മൾ ഓതുന്നതിന്റെ ഖത്മിന്റെ അതുപോലെ ഖുർആനിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ കൂട്ടുകാരനായി വിശുദ്ധ ഖുർആനെ അല്ലാഹു അനീസാക്കി നമ്മളോട് കൂടിയിട്ട് അവസാനം നമ്മുടെ സ്വർഗ്ഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന തരത്തിലേക്ക് അല്ലാഹു ശുപാർശകനാക്കി ഖുർആനെ നമുക്ക് മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ബന്ധവും സൗഹൃദവും അല്ലാഹുവിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടലുകളെല്ലാം നാളെ മഹ്ശറ ലോകത്ത് വലിയ അമലായി അല്ലാഹുവിന്റെ ഹിസാബിൽ വളരെ എളുപ്പത്തോടുകൂടി അനായാസം ഹിസാബുകളൊക്കെ കഴിഞ്ഞു പോകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ മഹ്ലഫുകൾ കൊണ്ട് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെയും റമദാനിന്റെയും ശുപാർശ കിട്ടുന്ന
ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മുടെ ആവശ്യത്തെ തണലിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാകുമുല്ലാഹു അൻ അഹ്സനൽ ജസാഇ ഫിദ്ദാറൈൻ. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം.